ബ്രിട്ടനിൽ നിന്ന് എത്തി കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ പെപിത സേത്ത് ഇനി ഇന്ത്യൻ പൗര. തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യനിൽ നിന്നാണ് പൗരത്വ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയത്. കേരളത്തിന്റെ കലയും സംസ്കാരവും ലോകത്തെ അറിയിച്ച പെപിതയ്ക്ക് രാജ്യം 2012 പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. പെപിതയ്ക്ക് ആനയും പൂരവും കണ്ട് കൊതി തീർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നാട്ടിൽ തന്നെ ഇനിയുള്ള ജീവിതമെന്ന് അവർ തീരുമാനിച്ചത്. ഇന്ത്യൻ പൗരത്വം നേടാനുള്ള പെപിത സേത്തിന്റെ ആഗ്രഹം അങ്ങനെ സഫലമായി. ബ്രിട്ടീഷ് പട്ടാളക്കാരനായിരുന്ന മുത്തച്ഛന്റെ ഡയറി കുറിപ്പുകൾ വായിച്ചാണ് ഫോട്ടോഗ്രാഫറും എഴുത്തുകാരിയുമായ പെപിത ഇന്ത്യയിലെത്തിയത്. 1970 അന്ന് 27 വയസ്സായിരുന്നു പ്രായം. കേരളം ഇഷ്ടമായതോടെ താമസം ഇവിടേക്കാക്കി. Of course it's wonderful. Of course it is. It's a journey that has meant a lot to me and now I'm Indian. 1981 ഗുരുവായൂർ അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ ഹിന്ദു ആചാരപ്രകാരമുള്ള അനുമതി നേടിയെടുത്തു പെപിത. നിക്കോൺ ക്യാമറയിൽ അവർ അന്ന് പകർത്തിയ മതപ്പാടിൽ പനമ്പട്ടയും മണ്ണും വീശിയെറിയുന്ന ഗുരുവായൂർ കേശവന്റെ അപൂർവ ചിത്രം ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ വൈറലായി. ഗുരുവായൂർ ക്ഷേത്രത്തെപ്പറ്റി പെപിത ഹെവൻ ഓഫ് എർത്ത് എന്ന പുസ്തകവും രചിച്ചിട്ടുണ്ട്. It's not something you can create or try to get or what you get a feeling of a sensation that here is something that you're very interested in. So I followed that, and one of the good things about it is I didn't take anything away from anybody else's work. ഗാന്ധി എന്ന പ്രസിദ്ധമായ ചിത്രത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ വേഷമിട്ട റോഹൻ സേത്ത് ആയിരുന്നു ജീവിത പങ്കാളി. പിന്നീട് റോഹനുമായി വേർപിരിഞ്ഞു. ശിഷ്ടകാലവും മലയാളിയുടെ മണ്ണും മനസ്സും അറിഞ്ഞ് അവർ കേരളത്തിൽ തന്നെ. 24 തൃശൂർ. അപ്പം പെപിതയ്ക്ക് എല്ലാവിധ ആശംസകൾ. എന്തായാലും വലിയ പാടുള്ള ഒരു കാര്യമാണ്. വേറൊരു സംസ്കാരത്തിൽ നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് പഠിച്ച് അത് ലോകത്തോട് പറഞ്ഞ ആളൊക്കെയാണ് പെപിത. പെപിതയ്ക്ക് അപ്പം നമ്മളെ ഇഷ്ടമാണ്, നമ്മുടെ നാടിനെ ഇഷ്ടമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.